ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ തുടങ്ങിയ ദിവസം തന്നെ ആരംഭിച്ചതാണ്. ഈ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, സുരേഷ് ഗോപിയെ വീട്ടിൽ ചെന്ന് കണ്ട് ക്ഷണിച്ചിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതിലൊരു വ്യക്തത തേടലുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന സദാനന്ദനും ഒപ്പം മിനിയും നമുക്കൊപ്പമുണ്ട്. സുരേഷ് ഗോപിയെ നിങ്ങൾ വീട്ടിൽ പോയി കണ്ട് ക്ഷണിച്ചിരുന്നു? സമരസമിതിയല്ല കണ്ടത്. കാരണം ഞങ്ങൾ ഈ സമരത്തിന് 10-ാം തീയതി വരുമ്പോൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ സമരസമിതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. ഇതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ, മെമ്പർമാർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന മുഴുവൻ ആശാവർക്കർമാർ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അവരവരുടെ നേതാക്കളെ കണ്ട് ഇവിടെ പിന്തുണ ആവശ്യപ്പെടാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഞങ്ങളതിന് സന്തോഷപൂർവ്വം എല്ലാവരെയും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ആശാവർക്കർ, അതായത് ഈ നമ്മുടെ കൂട്ടായ്മയിൽ BJP-ക്കാരായ ആശാവർക്കർമാരുമുണ്ട്, അവരാണ് പോയി സുരേഷ് ഗോപിയെ കണ്ടത്. അവരാണ് പോയി സുരേഷ് ഗോപിയെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാണ് കണ്ടത്. കാണുമ്പോൾ അദ്ദേഹം നിവേദനം ചോദിച്ചു. അവർ അവിടെ ഇരുന്നൊരു നമ്മുടെ ഡിമാൻഡുകൾ എഴുതിയൊരു നിവേദനം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഷയം എന്താണ്? ഇവിടെ ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ CPM നമ്മളോട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല, കേന്ദ്ര നേതാക്കൾ വരുമ്പോൾ ചോദിക്കുന്നില്ല എന്നുള്ള അതിനുള്ള മറുപടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര നേതാക്കളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് അങ്ങനെയല്ലേ കാണേണ്ടുന്നത്? മറിച്ച് സുരേഷ് ഗോപി ഇത് സമരത്തിന് നേതൃത്വം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു. തീർച്ചയായിട്ടും സുരേഷ് ഗോപി BJP നേതൃത്വത്തെ മാത്രമല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക്, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കത്ത് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിന് കത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. നമ്മുടെ നിലപാടിനെതിരായ കാര്യമൊന്നും അല്ല. അതെങ്ങനെ നിലപാടിനകത്ത് ഇതിനകത്താണോന്ന് ചോദിച്ചാണ്? ഒരിക്കലുമല്ല, അത് നിലപാട് തന്നെയാണത്. കാരണം നമ്മൾ ആളുകളെ, തൊഴിലാളികളെ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു സംഘടനയല്ല, വളരെ സ്വതന്ത്രമായി. പക്ഷേ ഈ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു ഉറച്ച ഒറ്റക്കെട്ടായ തീരുമാനമുണ്ട്. ഡിമാൻഡ് ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നു, അത് മറ്റെവിടെയെങ്കിലും തീരുമാനിക്കുന്നില്ല. ആശാവർക്കർമാരുടെ സംസ്ഥാന സമിതി, ജില്ലാ സമിതികൾ ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരവരുടെ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുവാനും പിന്തുണ ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനനുസരിച്ച് അവർ പോയി വിളിച്ചിരുന്നു. അപ്പോൾ അതിനെ കാണേണ്ടുന്നത് ഞങ്ങൾ കേന്ദ്ര നേതാക്കളോട് ചോദിച്ചില്ല എന്നതല്ല, മറിച്ച് ഇതിലൂടെ ഈ ഇവിടെ സമരം ചെയ്യുന്ന സമിതി സംസ്ഥാന സർക്കാരിനോട് ഈ ഓണറേറിയം ഇൻസെൻറ്റീവും ഓണറേറിയം വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടുമ്പോൾ തന്നെ അതേസമയം തന്നെ കേന്ദ്ര നേതാക്കളോടും ഇതൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നൊരു തെളിവാണ് ഇന്നിപ്പോൾ ഇവർ പുറത്തു വിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു വിവാദം, BMS നിങ്ങൾക്ക് അനുകൂലമായി ഇടപെട്ടു, സർക്കാരിന് നോട്ടീസ് നൽകി എന്നതൊക്കെയാണ്. BMS ഇതിൻ്റെ ഭാഗമാണോ? ഇല്ല, ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്, ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടന്നു പറഞ്ഞാൽ ഫെബ്രുവരി 1-ാം തീയതിയാണ് കൊടുക്കുന്നത്. ഞങ്ങൾ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഫെബ്രുവരി 7-ന് ബജറ്റ് വന്നു. ബജറ്റിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫെബ്രുവരി 7, 8 ഒഴിവ് ദിവസമായിരുന്നു. അല്ല, 8, 9 ഒഴിവ് ദിവസമായിരുന്നു. 10-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങി. 10-ാം തീയതി സമരം തുടങ്ങുമ്പോഴും ഈ ഡിമാൻഡ് നോട്ടീസ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ 20-ാം തീയതിയാണ് പണിമുടക്കിലേക്ക് കിടക്കുന്നത്. അനിശ്ചിതകാല പണിമുടക്ക് നടക്കുന്നത് 20-ാം തീയതി. അത് ആ സമയത്താണ് പിന്നെ പണിമുടക്കിലേക്ക് അത് പോകുന്നത്. പക്ഷേ BMSൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഷാഹിനയുടെ ഇതിൽ കണ്ടിട്ടുള്ള ആ നോട്ടീസിൽ പറയുന്നത് അവർ മാർച്ച് 4-ാം തീയതിയാണ് അവരുടെ ഒരു സമര നോട്ടീസായിട്ട് അതിൽ കാണുന്നത്. അപ്പം മാർച്ച് 4-ാം തീയതി ഇത്രയും ദിവസം ഞങ്ങൾ സമരം ചെയ്ത് ഇത്രയും കഴിഞ്ഞിട്ട് മാർച്ച് 4-ാം തീയതി കൊടുത്തിരിക്കുന്നൊരു കാര്യം അവർക്കെങ്ങനെയാണ് ഞങ്ങൾ സഹായകമാകുന്നത്? ഞങ്ങൾ സഹായിക്കേണ്ട യാതൊരു കാര്യവും BMSനില്ല. BMS ഇന്ത്യയിലെ 1-ാം നമ്പർ, ഏറ്റവും നമ്പർ 1 ആയിരിക്കുന്ന ട്രേഡ് യൂണിയനാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ഈ ട്രേഡ് യൂണിയൻ്റെ BMS ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. BMS പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. നേരത്തെ മിനിയോട് സംസാരിച്ചപ്പം BJP-ക്കാരായ ആശാ വർക്കർമാരും ഇവിടെയുണ്ട്, അവരാണ് സുരേഷ് ഗോപിയെ കണ്ട് പിന്തുണ തേടിയെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഈ ട്രേഡ് യൂണിയനിൽ അങ്ങനെ BJP-ക്കാരായ ആശാ വർക്കർമാർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലാണോ? തീർച്ചയായിട്ടും. ഇതിലേത് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നില്ല. രാഷ്ട്രീയം ഉള്ളവർക്കും രാഷ്ട്രീയം ഒട്ടുമില്ലാത്തവർക്കും ഇതിൽ അംഗങ്ങളാവാം. അങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കാരും ഇതിലുണ്ട്. ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളുകളുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം രാഷ്ട്രീയ നേതാക്കളും നടത്തുന്ന ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട പലതരം വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവരുടെ നേതാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.